നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 25-ാം തീയതി 1200-ാം ആണ്ട് കുംഭമാസം 13-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ നക്ഷത്രം ഉത്രാടൻ നക്ഷത്രമാണ്. ഉത്രാടൻ നക്ഷത്രം എന്ന് പറഞ്ഞാൽ നല്ല നക്ഷത്രമാണ്. പക്ഷെ ഇന്നത്തെ ദിവസമോ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം, അതായത് ചൊവ്വയ്ക്ക് അനുവദിച്ച് കൊടുത്തിരിക്കുന്ന ദിവസമാണ് ഇന്ന് എന്നറിയണം. അപ്പോൾ ഇന്ന് ചൊവ്വയ്ക്ക് കൊടുത്തിരിക്കുന്ന ദിവസമാണ്. ചൊവ്വയാണ് ഇന്നത്തെ ഭരണകർത്താവ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് എല്ലാവരും പോവേണ്ടത്. അപ്പോൾ ചൊവ്വയെ മാനിക്കാതെ പോയാൽ ചൊവ്വ നമ്മളെ പലതരത്തിൽ ബുദ്ധിമുട്ടിക്കാം. എന്തൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാം? ശരിക്ക് ആക്സിഡൻറ്റ് വരുത്താം, പ്രശ്നങ്ങൾ, കേസും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കാം, ശത്രുക്കളെ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളല്ലാത്ത തടസ്സങ്ങൾ വരുത്തും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഓഫീസിൽ പോയാലും ശരി, ഒരു തൊഴിൽ സ്ഥാപനത്തിൽ പോയാലും ശരി, തൊഴിൽ സ്ഥാപനം നടത്തുന്നവരാവട്ടെ, മേലുദ്യോഗസ്ഥരായാലും കീഴുദ്യോഗസ്ഥരായാലും ശ്രദ്ധിക്കണം. കാരണം നമ്മളെ വാക്കുകളും പ്രവൃത്തികളുമൊക്കെ ഇന്ന് നമുക്ക് തന്നെ നെഗറ്റീവായി മാറ്റും. അപ്പോൾ ശ്രദ്ധിച്ച് കണ്ടുപോകണം. പക്ഷേ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഇന്നത്തെ ഒരു ദിവസം വന്നിട്ടുള്ളവർക്കല്ല, ഉത്രാട നക്ഷത്രം, കുംഭമാസത്തിലെ ഉത്രാട നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, നിങ്ങൾക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു വർഷക്കാലം കുറേ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം. സാമ്പത്തിക നഷ്ടം വരാം, കേസ് വഴക്കുകൾ ഉണ്ടാവാം, ശരിക്കും വസ്തുവുമായി, ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരാം, സർജറിക്ക് വിധേയമാകാം, അതേപോലെ തന്നെ തീപ്പൊള്ളലേക്കാം, ഇലക്ട്രിസിറ്റിയാൽ അപകടം വരാം. ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം വീട്ടിൽ നിൽക്കുന്ന, ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ ഇരിക്കുന്നവരെ തൊട്ട് എല്ലാവരെയും ചൊവ്വ പിടിക്കും. അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചൊവ്വയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചൊവ്വയെ സ്മരിക്കുന്നതാണ് ശരിക്കും ചൊവ്വാഴ്ച വ്രതം. അന്ന് നമ്മളെ ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് അതാണ് ശുദ്ധവൃത്തിയായിട്ട് ആഹാരം, മത്സ്യമാംസാദികൾ കഴിക്കാൻ. ഇന്നിപ്പോൾ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണ് ശരിക്കും ശവക്കറി. ശവം കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമായിട്ടാണ് ആളുകൾ കാണുന്നത്. അതുകൊണ്ടാണ് കടകളിലൊന്നും ഇപ്പോൾ എവിടെ കയറിയാലും ശവമേ ഉള്ളൂ. അതുകൊണ്ട് കാരണം അതാണ് ഇഷ്ടം, ആഹാരമാക്കി മാറ്റി. അതുകൊണ്ട് അന്നത്തെ ദിവസം അത് കഴിക്കണ്ട. അന്ന് മറ്റ് സുഖങ്ങളെല്ലാം അങ്ങ് മാറ്റി വയ്ക്കുക. അതേപോലെ തന്നെ പ്രാർത്ഥനാ നിരതരായി ഇരിക്കുക. നമുക്ക് ഇഷ്ടമുള്ള ദൈവത്തിനെ പ്രാർത്ഥിക്കുക. അതുപോലെ നമുക്ക് ഒരു കവചം പോലെ സുബ്രഹ്മണ്യ യന്ത്രം ഈ ദോഷങ്ങളൊന്നും എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശത്രു സംഹാര യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. അതൊരു വർഷത്തേക്ക്. അതെങ്ങനെ? ചിലർക്ക് ദേഹരക്ഷയായിട്ട് കഴുത്തിലിടും, ചിലർ അരയിൽ കെട്ടും, ചിലർ പേഴ്സിൽ വയ്ക്കും. എങ്ങനെയെങ്കിലും ശരീരത്തിൽ ഉണ്ടാവണം, നമ്മളെ കൂടെ ഉണ്ടാവണം. യന്ത്രത്തിന് പവറുണ്ട്. അതൊരു കവചമായി സംരക്ഷിക്കും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിനിറങ്ങുമ്പോൾ രാഹുകാലം നോക്കി പോകണം. 3 തൊട്ട് 4:30 മണി വരെ ഇന്ന് രാഹുകാലം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാലം നോക്കി പോകണമെന്ന് പറയാൻ കാരണം ആക്സിഡൻ്റൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ തന്നെ പറഞ്ഞു. അപ്പോൾ യാത്ര തിരിക്കുമ്പോൾ, വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, സമയം നോക്കി ഇറങ്ങണം. ശരിക്ക് 3:34 തൊട്ടാണ് തുടങ്ങുന്നത്, 5:03 വരെ. അതുകൊണ്ടാണ് രാഹുകാലം കലണ്ടറിൽ നോക്കിയിട്ട് ഇറങ്ങരുത്. കലണ്ടറിന് കറക്റ്റ് പറഞ്ഞു തരുന്നതിന് കാരണം, ഒരു ശുഭകാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. ഇന്ന് ഗുളികകാല സമയം വരുന്നത് 12:38 തൊട്ട് 2:06 വരെയും, അതുപോലെ യമകണ്ഠകാല സമയം വരുന്നത് 9:11 തൊട്ട് 11:09 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു മൊത്തത്തിൽ കൊള്ളൂല, പക്ഷേ എന്നാലും എനിക്ക് ഇന്നത്തെ ദിവസമേ ചില കാര്യങ്ങൾ ചെയ്യാവൂ. ഇന്ന് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ആ പ്രോജക്റ്റ് നഷ്ടപ്പെടാം. എങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കണം. 12:14 തൊട്ട് 1:02 വരെ വരുന്ന സമയം. ഈ സമയത്ത് ഒരു പോസിറ്റീവ് കവചം ഉണ്ട്. ഇതിനകത്ത് വെച്ച് നമ്മൾ ചെയ്യാൻ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും ആ സമയം. അതുകൊണ്ട് ആണ് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇന്ന് ചൊവ്വയെ മാനിച്ചുകൊണ്ട് ഇറങ്ങുക. കാരണം ചൊവ്വയെ മാനിച്ചുകൊണ്ട് ഇറങ്ങാൻ വേണ്ടി എന്ത് ചെയ്യണം?
നമുക്ക് റെഡ് കളറ് വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ റെഡ് മിക്സായിട്ടുള്ള വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക, ഒരു പൊട്ടായിട്ടെങ്കിലും ചുവന്ന ഇത് കയ്യിൽ കരുതുക. ഇതൊക്കെ നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ദോഷത്തിൽ നിന്നും, എല്ലാ ദോഷത്തിൽ നിന്നും നിങ്ങൾ രക്ഷിക്കട്ടെ, ഒരു ദോഷവും നമുക്ക് എഫക്റ്റ് ചെയ്യാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.